ഈ നക്ഷത്രത്തിന്റെ ആകൃതി കുതിരയുടെ മുഖം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് കുതിര എന്നർത്ഥം വരുന്ന അശ്വനി എന്ന പേരുകൾ പറയുന്നത്. അശ്വതി മേടം രാശിയിലായതുകൊണ്ട് രാശ്യാധിപന് ചൊവ്വയും നക്ഷത്രാധിപന് കേതുവുമാണ്. അശ്വതി നക്ഷത്രക്കാര് പല വിഷയങ്ങളെക്കുറിച്ചും സാമാന്യ ജ്ഞാനമുള്ളവരാണ്. ഇവർക്ക് ഊർജ്ജസ്വലതയോടും ബുദ്ധിപൂർവമായും ഉത്സാഹത്തോടുകൂടിയും പ്രവർത്തിക്കാൻ സാധിക്കും. ഇവരിൽ കലാരസികതയും വിനോദപ്രിയവും ഉണ്ടായിരിക്കും. വിവേകശക്തി, ചുറുചുറുക്ക്, പ്രസരിപ്പ്, ചൈതന്യം, ശാന്ത ഗാംഭീര്യം എന്നിവ ഇവരുടെ വിശേഷ ഗുണങ്ങളാണ്. ഒരു കാര്യം വേണമെന്ന് നിശ്ചയിച്ചാൽ അതിലേക്ക് നിരന്തരം പ്രയത്നിക്കുന്ന സ്വഭാവം ഇവരിൽ കാണും. മറ്റുള്ളവർക്ക് ഇത് നിർബന്ധ ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. താൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ ഇവർക്ക് മുൻകോപം വരിക സ്വാഭാവികമാണ്. ഓരോ വിഷയത്തെപ്പറ്റിയും ഇവർ പെട്ടെന്നു തന്നെ തീരുമാനമെടുക്കും. കാര്യങ്ങളെപ്പറ്റിയും അവ നേടാനുള്ള പോംവഴികളെപ്പറ്റിയും ചിന്തിച്ചു നിൽക്കാറില്ല. ഇതുകൊണ്ട് മറ്റുള്ളവർ ഇവരെ വീണ്ടു വിചാരമില്ലാത്തവരാണെന്നു പറയും. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറകോട്ടു പോകുന്ന സ്വഭാവം ഇവർക്കില്ല. മാത്രമല്ല ആ ലക്ഷ്യം നേടാൻ കിണഞ്ഞു ശ്രമിക്കുന്ന നിശ്ചയദാർഢ്യവും ഇവർക്കുണ്ട്. ഈ സ്വഭാവം കാരണം അശ്വതിക്കാര് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെയുള്ള ധൃതി സ്വഭാവവും പെട്ടെന്നു തീരുമാനമെടുക്കുന്ന സ്വഭാവത്തെയും ഒന്നു നിയന്ത്രിച്ച് ഓരോ കാര്യവും വിവേകപൂർവം തീരുമാനിക്കുകയും യുക്തിപൂർവം വരും വരാകെ ചിന്തിക്കുകയും ചെയ്ത് സാവധാനം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. കമ്പനി മാനേജർമാര്, ഭരണാധികള്, സൈന്യാധിപന്മാര് തുടങ്ങിയവര് ആത്മനിയന്ത്രണവും യുക്തിബോധവും വിവേകശക്തിയുമുള്ള അശ്വതി നക്ഷത്രക്കാരായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴനു ഫലം ഉണ്ടെങ്കിൽ നിങ്ങളിലെ മുകളിൽ പറയുന്ന ഗുണങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അശ്വതി നക്ഷത്രക്കാര് സ്വന്തം അഭിപ്രായമനുസരിച്ചേ പെരുമാറുകയുള്ളൂ. മറ്റുള്ളവർ എതിര് അഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല. സൗകര്യപ്പെട്ടാൽ എതിർക്കുകയും ചെയ്യും. എതിർക്കുന്ന സ്വഭാവവും തർക്കിക്കുന്ന സ്വഭാവവും ഇവരുടെ കൂടെ പിറപ്പാണ്. എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷവും പരുഷവുമായ ഭാഷ പ്രയോഗിക്കും. ശനി ജാതകത്തിൽ ദുർബലനായി 2ാം ഭാവവുമായി ബന്ധപ്പെട്ടിരുന്നു. അസഭ്യമായ ഭാഷ പോലും പ്രയോഗിച്ചു കളയും. എതിരാളിയുടെ സ്ഥാനമോ നിലയോ ഒന്നും നോക്കാറില്ല. മുന്നേറ്റവും തന്റെ അഭിപ്രായം സ്ഥാപിക്കലുമായിരിക്കും ലക്ഷ്യം. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളെപ്പറ്റി വലിയ മതിപ്പാണ്. അവര് മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതിൽ സന്തോഷവുമാണ്. തന്റെ സഹായം തേടുന്നവരെ സഹായിക്കാൻ തയ്യാറായി തന്റെ അസൗകര്യങ്ങളെയും മറന്ന് പ്രവർത്തിക്കും. സഹായം തേടിവരുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം സഹായം ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരുതരം ഭ്രാന്തോ ദൗർബല്യമാണ് ഇവർക്ക്. അശ്വതിക്കാരുടെ ഈ ദൗർബല്യത്തിനെ മറ്റുള്ളവർ നല്ല പോലെ മുതലെടുക്കും. പകരം കൃതജ്ഞതയും കാണിക്കും. പ്രാചീന സിദ്ധാന്തങ്ങളോട് ഇവർക്ക് വലിയ മതിപ്പാണ്. അവയ്ക്ക് നവീന വ്യാഖ്യാനങ്ങൾ നൽകി സ്വീകരിക്കാൻ ശ്രമിക്കും. ഒരിക്കലും മതഭ്രാന്തന്മാരോ അന്ധവിശ്വാസികളോ ആകാറില്ല. ഇവര് വലിയ അഭിമാനികളാണ്. അഭിമാനത്തിന് ക്ഷതമോ കോട്ടമോ വരുന്ന പ്രവൃത്തികളിൽ ഇടപെടാറില്ല. തന്റെ അഭിമാനത്തിന് ഭംഗം വരുത്തുന്നവരോട് തക്ക സമയത്ത് പകരം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ എതിരാളികളാക്കരുത്. അവരുടെ പ്രതികാരം എളുപ്പം കെട്ടടുങ്ങുന്നതല്ല. പെട്ടെന്നു തീരുമാനമെടുക്കാനും പ്രവർത്തിച്ച് ലക്ഷ്യത്തിൽ എത്താനുമുള്ള വെമ്പല് കാരണം ഇവര് സ്വേജാതികളെപ്പോലെ പെരുമാറും. കീഴ്ജീവനക്കാരും സഹപ്രവർത്തകരും തന്റെ കൂടെ എത്തുന്നില്ല എന്നു കാണുമ്പോൾ ക്ഷോഭിക്കും. ഇത് സഹപ്രവർത്തകരുടെ അപ്രീതിക്കും മുഷിച്ചിലിനും നിസ്സഹകരണത്തിനും കാരണമാകുമെന്നതിനാൽ ഈ സ്വഭാവത്തെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ സമാധാനം നശിക്കും. ലോകരോട് തന്നെ നീരസവും ഉജവും തോന്നാനിടവരും. അമിതമായ ആത്മവിശ്വാസം കാരണം അപകടങ്ങളിൽ ചാടാൻ ഇടയാകുകയും ചെയ്യും. മനോവിഷമങ്ങൾ സാധാരണയായി ഉണ്ടാകുമെങ്കിലും അതിനെ പുറത്തു കാണിക്കാറില്ല. സ്വന്തം ക്ലേശങ്ങളുടെ പരിഹാരത്തിനായി മറ്റുള്ളവരെ സമീപിക്കുന്നതിന് ഇവരുടെ ആത്മാഭിമാനം സമ്മതിക്കുകയില്ല. കുടുംബ ഭരണത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഇവര് ഭാര്യയെപ്പോലും അറിയിക്കുകയില്ല. കുടുംബത്തിനോടും കുട്ടികളോടും ഇവർക്ക് വലിയ സ്നേഹമാണ്. എന്തു ത്യാഗം സഹിച്ചും കുടുംബസുഖം നിലനിൽക്കും. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ആനുകൂല്യം കുറവായിരിക്കും. ഇവര് അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മുറി, കിടക്ക, ഡ്രസ്സ് തുടങ്ങിയവ വൃത്തിയാക്കി സൂക്ഷിക്കും. ബാത്റൂം വൃത്തിയാക്കാനും മുറികളിൽ പൊടിയടിക്കാനും കുളിക്കാനും മറ്റും ഇവര് മണിക്കൂറുകൾ ചിലവാക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം സമ്പൂർണമായി ആനന്ദകരമാകാൻ ഇടയില്ല. ഭാര്യാകാരനും ഭാര്യാസ്ഥാനാധിപനുമായ ശുക്ര ഭാര്യാസ്ഥാനത്തിന്റെ അഷ്ടമാധിപത്യവും കൂടി ഉള്ളതാണ് കാരണം. ഇതിന് ഭാര്യയെയോ ഭർത്താവിനെയോ കുറ്റപ്പെടുത്തിയിട്ടു കാര്യമില്ല. പ്രകൃതിയുടെ നിയമമാണ്. ഈ നിയമത്തെ മാനിച്ച് വിവേകപൂർവം പെരുമാറിയാലും മതി. ജീവിതം തൃപ്തികമായിരിക്കും. ഇവരുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ആരോഗ്യവും സൗന്ദര്യവും ഒരുമിച്ചു കാണുകയില്ല. ഒന്നുകിൽ ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം, ഇതിൽ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും.
ജാതകത്തിലെ ശുക്രനും ചന്ദ്രനും അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ദാമ്പത്യ ക്ലേശം അനുഭവപ്പെടും. രാഹു ശനി അനിഷ്ടസ്ഥാനത്താണെങ്കിൽ വിവാഹത്തിനു കാലതാമസവും വിവാഹത്തിനു ശേഷം വിരഹവും അനുഭവപ്പെടും. ചൊവ്വ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കാരണവും തനിക്കുവരാവുന്ന ധാതുക്ഷയവും ലൈംഗിക രോഗങ്ങളും കാരണം വിവാഹ ജീവിതം ക്ലേശകരമായിരിക്കും. ബുധനോ ശനിയോ അനിഷ്ടസ്ഥാനത്തായാൽ കൃത്രിമ ബന്ധം പുലർത്തിയെന്നു വരും. സ്ത്രീകൾ സ്വാഭാവികമായി തന്നെ ഇവരിൽ ആകൃഷ്ടരാകും. സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ വലിയ ദുർഗജങ്ങൾ ഉണ്ടാകും. സുഖലോലുപയും ലൈംഗിക സുഖാസക്തിയും ഇവരിലെ മുന്നിട്ട് നിൽക്കും. അല്പം ലഹരിപ്രിയവും കാണും. ഈ ദൗർബല്യങ്ങൾ നിയന്ത്രണാതീതമാകാൻ ഇടയുള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയന്ത്രണവും സംയമനവും പാലിക്കണം. ഇല്ലെങ്കിൽ ജീവിതമാകെ താറുമാറാകും. പണം കൈകാര്യം ചെയ്യുവരും അധികാരം കൈയാളുന്നവരുമായ അശ്വതിക്കാരിലെ മുകളിൽ പറഞ്ഞ ദൗർബല്യങ്ങളിൽ നിന്നു വളരെ വേഗം മുതലെടുക്കാൻ ദുഷ്ടബുദ്ധികളും സ്വാർത്ഥമതികളുമായ കീഴ്ജീവനക്കാരും ഇടപാടുകാരും ശ്രമിക്കുമെന്നു കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ ജോലി പോകും, ബന്ധനത്തിലുമാകും. ഇവർക്ക് വിശപ്പും ദാഹവും സഹിക്കുക ബുദ്ധിമുട്ടാണ്. കാരണം ഇവര് പിത്തപ്രകൃതക്കാരായതുകൊണ്ട് പാചനാശക്തി കൂടുതലാണ്. ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷിക്കുന്നതിനു പകരം ഇടയ്ക്കിടയ്ക്ക് അല്പാൽപ്പം ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. തണുപ്പിനോട് വളരെ ഇഷ്ടമായിരിക്കും. കുടിക്കാനോ കുളിക്കാനോ ചൂടുവെള്ളം ഇഷ്ടപ്പെടാറില്ല. നല്ല രക്തപ്രസരിപ്പുണ്ടായിരിക്കും. പക്ഷേ ജാതകത്തിലെ ചൊവ്വ, രാഹു, കേതു, രവി ഇവര് ആരോഗ്യത്തെ ബാധിക്കത്തക്ക വിധത്തിൽ നിന്നാൽ രക്തസമ്മർദ്ദം, ബ്ലഡ് ക്യാൻസർ, വയറ്റുവേദന, ഉദരവ്രണം, രക്തസ്രാവം, രക്തരശസ്, തലചുറ്റല്, അതിയായ വിശപ്പ്, മൂത്രാശയ രോഗങ്ങള്, ലൈംഗിക രോഗങ്ങള്, വിളർച്ച, വക്രോധങ്ങള്, തലയി, രക്തം കയറുന്ന രോഗങ്ങള്, മുടന്ത് എന്നിവ വരാനുള്ള സാധ്യത കൂടും. തലയിൽ മുറിവ് പറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവര് ഹെൽമറ്റ് ധരിക്കുന്നത് നന്നായിരിക്കും. സംഗീതം, നൃത്തം തുടങ്ങിയ കലകളിലും വ്യായാമങ്ങളിലും താൽപ്പര്യമുണ്ടായിരിക്കും. പരിശീലിച്ചാൽ പ്രദർശന പാഠവും ലഭിക്കും. ജ്യോതിഷ സിദ്ധാന്തവും കലാപുരുഷന്റെ ഗ്രഹനിയമമനുസരിച്ച് ചൊവ്വയാണ് ഏറ്റവും ഉത്തമം ഗ്രഹം. അതിനുശേഷം വ്യാഴം, പിന്നെ ചന്ദ്രന്. ചൊവ്വയ്ക്ക് നീചമോ 6, 8, 12 ബന്ധമോ, കാർത്തിക, മകയിരം, ഉണർത്തം ബന്ധമോ വന്നാൽ വിവേകമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകും. അത് മരണതുല്യമായ ക്ലേശത്തിനും ഇടയാക്കും. വ്യാഴവും ചൊവ്വയും ശനിയും അനുകൂല സ്ഥാനത്തു നിന്നാൽ ആദർശമുള്ളവരും സത്കർമ്മ നിരരുമായിരിക്കും. ഇവർക്ക് ഒരു പ്രത്യേകതയുള്ളത് ഭാഗ്യവും ഭാഗ്യദോഷവും ഒരുമിച്ച് വരും. ഭാഗ്യം കൊണ്ട് വിജയമോ ഉയർച്ചയോ ഉണ്ടാകുമ്പോൾ ഭാഗ്യദോഷം കൊണ്ട് പരാജയമുണ്ടാകും. എന്നാലും അവസാന നിമിഷത്തിൽ ദൈവാധീനമുണ്ടാകും. വ്യാഴനും സൂര്യനും, ചന്ദ്രനും വ്യാഴവും ചന്ദ്രനും സൂര്യനും ഒരുമിച്ചിരുന്നാൽ നല്ല ഫലമുണ്ടാകും. കുടുംബത്തിന്റെ ചുമതലകളും കർത്തവ്യങ്ങളും നന്നായി നിറവേറും. കർത്തവ്യനിർവഹണത്തിൽ സ്വന്തം കാര്യങ്ങളെ അവഗണിക്കും. 33 വരെ ജീവിതം ക്ലേശകരമായിരിക്കും. അതിനുശേഷം ജീവിതത്തിനു സ്ഥിരത വരും. 58 വയസ്സിനു ശേഷം വിശ്രമ ജീവിതം തുടങ്ങി ഉപദേഷ്ടാക്കളായും സാമൂഹ്യ പ്രവർത്തകരായും കഴിയും.